ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവമെന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗാറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിലെനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവമെന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവമെന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ബൈബിൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളുടെ പ്രത്യേകതകൾ അത് പറഞ്ഞിരിക്കുന്നു. ദൈവം കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്, ദൈവം മനസ്സലിവുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, നിത്യനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ്, മരിച്ചതിനെ പോലും ജീവിപ്പിക്കുന്നവനാണ്. അപ്പം ദൈവത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ, സ്വഭാവ സവിശേഷതകൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദൈവം സ്നേഹം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവർ ദൈവ പൈതലായി മാറും, ദൈവ മക്കളായി മാറുന്നു. അവർ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി മാറുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? സ്നേഹമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, എങ്ങനെയാണ് പറയുന്നത്? ആത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഫലങ്ങൾ. ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയെ ഗൈഡ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെയാണ് ദൈവം കൂട്ടിനായി തന്നിരിക്കുന്നത്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ട് യേശു നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കി സഞ്ചരിച്ചു. അപ്പോൾ യേശു കർത്താവ് ക്രൂശിൽ കടന്ന കള്ളനെ സ്നേഹിച്ചതും തന്നെ ഉപദ്രവിച്ചവരെ സ്നേഹിച്ചതിനും ഒക്കെ കാരണം യേശു ദൈവമായിരിക്കെ തന്നെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേലുണ്ടായത്. പരിശുദ്ധാത്മാവായ ദൈവം, തൃത്വത്തിൽ മൂന്നാമനായ ദൈവം, ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ പറയാണ്, ദൈവം സ്നേഹം തന്നെയാണ്. അപ്പം ദൈവം സ്നേഹം തന്നെയാണ്. അതാ ബൈബിളിലെ അടിസ്ഥാന വാക്യം. യോഹന്നാൻ 3:16 നാം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ താക്കോൽ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, തൻ്റെ
ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മുഴു ലോകത്തെയും സ്നേഹിച്ചു. അവിടെയും അതാ പറയുന്ന, മുഴു ലോകത്തെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിനൊരു മതമില്ല. യഹൂദനായിക്കോട്ടെ, യവനനായിക്കോട്ടെ, ദാസനായിക്കോട്ടെ, സ്വതന്ത്രനായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ദൈവം മുഴുവൻ പേരെയും സ്നേഹിക്കുന്നു. ഇനി പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ ഒരാളാണെങ്കിലോ, പാപിയെ ദൈവം സ്നേഹിക്കുന്നു, പക്ഷേ പാപത്തെ ദൈവം വെറുക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളും ദൈവം സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. പ്രസംഗിക്കാം, സ്റ്റേജ് കിട്ടിയ ആർക്കും പ്രസംഗിക്കാം, ബൈബിളൊരു വാക്യം എടുത്ത് പ്രസംഗിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. പക്ഷെ സ്നേഹിക്കണമെങ്കിൽ, അതുകൊണ്ട് ആ വചനം പറയുന്നത് സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കണം. എന്താണ് ഉത്സാഹം? സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കുന്നത് ഒരു വ്യക്തിയുമായി ബന്ധത്തിൽ എന്നും നിലനിൽക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി മാറും. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക, മുഴു ലോകത്തെ സ്നേഹിക്കുക. അതാണ് ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. നമ്മളെ വിളിച്ചിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്നാണ് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക്. സ്നേഹസ്വരൂപനായ പുത്രനാണ്. അപ്പം തന്നെ ആ സ്വഭാവം, ആ പരിശുദ്ധാത്മാവിലൂടെ ആ സ്വഭാവം തൃത്വത്തിൽ മൂന്നാനായ ദൈവം നമ്മളിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ദൈവസ്നേഹവും മനുഷ്യസ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്തിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ്, ദൈവം സ്നേഹം തന്നെ. നമ്മൾ നമ്മളെ തന്നെ ഇന്ന് ശോധന ചെയ്യണം. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിനോട് നമുക്ക്, പരിശുദ്ധാത്മാവേ, അവിടുത്തെ സ്നേഹത്തിൽ എന്നെ വസിക്കാൻ സഹായിക്കണേ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് നമ്മൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് സഹായകനാണ്. നിങ്ങൾക്കും എനിക്കും, എത്ര നിങ്ങളെ വെറുക്കുന്നവരെയും സ്നേഹിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ ചരിത്രം പഠിച്ച പല മിഷണറിമാർ അവരുടെ കുടുംബങ്ങളെയൊക്കെ തകർത്ത് കളഞ്ഞവർ, അവരോട് അവരുടെ ജീവിത പങ്കാളികൾ ക്ഷമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാത്തവനാരും എന്ത് ചെയ്യുന്നില്ല? ദൈവത്തെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയണം, ദൈവം തൻ്റെ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടത് ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. എന്നിട്ട് പറയാണ്, പ്രിയമുള്ളവരെ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാണ്. ഇതാ ശരിയായിട്ടുള്ള സ്നേഹം. പ്രിയമുള്ളവരെ, ദൈവം ഇങ്ങനെ നമ്മെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടത് ആകുന്നു. അതുകൊണ്ട് നമുക്ക് അന്യോന്യം സ്നേഹിക്കുക. എന്നിട്ട് പറയണം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മളിൽ തികഞ്ഞിരിക്കുന്നു. സ്നേഹിക്കാത്തവന് ദൈവത്തെ അറിയത്തില്ല. ദൈവം സ്നേഹമാണ്. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സ്നേഹത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും
ദൈവം സ്നേഹമാണെന്നും സ്നേഹിക്കാത്ത ഒരാൾ പോലും ദൈവത്തെ അറിയുന്നില്ല എന്നും ഞങ്ങളോടൊന്ന് സംസാരിച്ചല്ലോ. കർത്താവെ, ഞങ്ങളെ ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഭവനത്തിൽ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ, ഞങ്ങളുടെ സഭയിലുള്ളവരെ സ്നേഹിക്കാൻ, ഞങ്ങളുടെ സമൂഹത്തിലുള്ളവരെ സ്നേഹിക്കാൻ, ഏതൊക്കെ മേഖലയിൽ ദൈവം ഞങ്ങളെ ആക്കുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വാഹകരായി തീരാൻ, ദൈവരാജ്യം അത് പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണല്ലോ, ദൈവിക സ്നേഹമാണല്ലോ. ആ സ്നേഹം ഞങ്ങളിൽ ഈ ദിവസങ്ങളിൽ കവിഞ്ഞൊഴുകുവാൻ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ഇടങ്ങളിൽ സ്നേഹമില്ലാത്ത അവസ്ഥയുള്ളവർ, കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹമില്ലാതെ നാളുകളായി കുടുംബ ബന്ധത്തിൽ വലിയ തകർച്ച അനുഭവിക്കുന്നു. സമൂഹത്തിൽ നോക്കുമ്പം അവരൊന്നിച്ച് ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു കരുതെങ്കിലും ഭവനത്തിനകത്ത് സെപ്പറേറ്റ് മുറിയിൽ താമസിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. മറ്റൊരാളെ കാണിക്കാൻ ഉള്ള പ്രകടനമല്ല, പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നെങ്കിലാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബ ബന്ധങ്ങൾ ഒന്നാകാൻ പ്രാർത്ഥിക്കുന്നു. ഡൈവോഴ്സിൻ്റെ വക്കിലിരിക്കുന്ന കുടുംബങ്ങൾ ഒന്നാകാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന രോഗികൾ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കട്ടെ. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാടിൽ യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു.